ഇന്ന് ഡിസംബർ 5 ലോക മണ്ണ് ദിനമായി ആചരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ 2002 ലോക മണ്ണ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഈ വർഷത്തെ നമ്മുടെ ലോക മണ്ണ് ദിനത്തിൻ്റെ സൂക്തമായി പറയുന്നത്, സ്ലോഗനായിട്ട് പറയുന്നത്, മണ്ണിനെ സജീവമായി നിലനിർത്തുക, മണ്ണിൻ്റെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക, കീപ് സോയിൽ അലൈവ്, പ്രൊട്ടക്ട് സോയിൽ ബയോഡൈവേഴ്സിറ്റി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ്റെ തുടിപ്പ് നിൽക്കുന്നത്. 2 പ്രളയങ്ങളെ അതിജീവിച്ച നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമുക്കറിയാം, അതിനുശേഷം ആ പ്രളയം വന്നതിന് ശേഷം നമ്മുടെ മണ്ണിനുണ്ടായ മാറ്റം, അത് നമ്മുടെ കാർഷിക സംസ്കാരത്തെ, കാർഷിക വിളയെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മുടെ പുതുതലമുറ ഇങ്ങനെയുള്ള ദിനങ്ങളൊക്കെ അറിയാതെ പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പല കുട്ടികളും മണ്ണിലേക്ക് ഇറങ്ങി കളിക്കാതെ ആധുനിക സാങ്കേതിക വിദ്യയുടെ പിറകെ പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. അവരെ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ട് നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു ചെടിയെങ്കിലും നടുക, ഒരു പയറുവിത്തെങ്കിലും നടുക എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പുതുതലമുറയെ വാർത്തെടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ കോവിഡ് കാലഘട്ടത്തിൽ അതിനെ ഒട്ടേറെ സാധ്യതകളും അതൊട്ടേറെ പ്രാവർത്തികമാക്കാനും നമ്മുടെ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ കാർഷിക വകുപ്പിനും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് കൃഷി ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് പല കുടുംബങ്ങളും മാറി എന്നുള്ളതും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ അവസരത്തിലാണ് ഈ മണ്ണ് ദിനം കടന്നു പോകുന്നത്. മണ്ണാണ് നമ്മുടെ ഏക ആശ്രയം. നമ്മുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ മണ്ണിനെ പരിപാലിച്ചുകൊണ്ട് നമ്മുടെ മണ്ണിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഒരു ദിനം, ആ ദിവസം നമ്മൾ ഓർക്കണം, നമ്മൾ ചിന്തിക്കണം നമ്മുടെ മണ്ണിനെക്കുറിച്ച്. നമുക്ക് ഭക്ഷണം തരുന്ന ഭൂമിയെ പറ്റി നമ്മൾ ചിന്തിക്കണം, അതിനെ സംരക്ഷിക്കണം, ആരാധിക്കണം, ബഹുമാനിക്കണം. തായ്ലൻഡിലെ രാജാവായിരുന്ന ഭൂമിപോൽ അതുല്യ തേജിൻ്റെ ജന്മദിനമാണ് ലോക മണ്ണ് ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ലോക മണ്ണ് ദിനം ആചരിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് സോയിൽ സയൻസസ് ആണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പലതരത്തിലുള്ള ഏകദേശം 8 തരം മണ്ണുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മണ്ണിൽ ജീവിക്കുന്ന നമ്മൾ മണ്ണിനെക്കുറിച്ച് അറിയണം, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെ സംരക്ഷിക്കണം. പുതുതലമുറയ്ക്ക് നമ്മുടെ കാർഷിക സംസ്കാരത്തിലേക്ക് കാലെടുത്തു വെച്ചുകൊണ്ട്, മണ്ണിൽ കളിച്ചുകൊണ്ട് നന്മയുടെ കാർഷിക സംസ്കാരത്തെ വളർത്തിയെടുക്കുവാൻ ഈ ദിനത്തിൽ നമുക്കവരെ പ്രാപ്തരാക്കാം. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ അവരുടെ കുറച്ച് സമയമെങ്കിലും നമ്മുടെ മണ്ണിനെ അറിഞ്ഞുകൊണ്ട് അവരാൽ ചെയ്യാൻ പറ്റുന്ന കൃഷികൾ അവർ ചെയ്യട്ടെ. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ മണ്ണും മരവും കൃഷിയും പുഴയുമെല്ലാം സഹായിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു.